പറഞ്ഞ് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കൾ പറക്കമുറ്റിയപ്പോ അവരവരുടെ വഴികൾ നോക്കി പറഞ്ഞുപോയി. സ്വന്തം അമ്മയെ കൺമുന്നിലിട്ട് ഒരു ദുഷ്ടൻ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നതിൽ നിന്നുണ്ടായ ഷോക്ക്. അതിനുള്ള സാഹചര്യം താനായിട്ട് തന്നെ ഉണ്ടാക്കി തന്നല്ലോ. ഞാനോ? തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒന്നും ആരോടും പറയരുതെന്ന്. എന്താ മിസ്റ്റർ ഗിരി, എന്നെ കണ്ട ഉടനെ അകത്തേക്ക് വലിയാനൊരു ശ്രമം പോലെ? ചെകുത്താനാണ്ടാ നീ? എന്റെ മോളെ പച്ചയ്ക്ക് കൊന്ന ചെകുത്താൻ. പോ പോ എന്റെ മുമ്പിൽ നിന്ന്. ഒടുവിൽ എനിക്ക് ആരും ഇല്ലാതായി. ഞാൻ ഒറ്റപ്പെട്ടു പോയി മാഡം. പേറ്റുന്നോ പറഞ്ഞ് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കൾ പറക്കമുറ്റിയപ്പോ അവരവരുടെ വഴികൾ നോക്കി പറഞ്ഞുപോയി. ഈ അമ്മയെക്കുറിച്ച് ആരും ഓർത്തില്ല. എന്റെ അവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇനി ജീവിക്കുന്നത്? ടീച്ചർ ഇങ്ങനെ വിഷമിക്കരുത്. രേണുക എന്നാണെങ്കിലും മടങ്ങി വരും. ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുക വേണ്ടത്. രാധികയുടെ മനസ്സ് മാറും. പെറ്റമ്മയെ അത്ര വേഗം ആർക്കും അങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. അവര് വരും ടീച്ചർ. സമാധാനിക്കുക. മാഡത്തിനറിയോ, മക്കളെ ശാസിച്ചും ശിക്ഷിച്ചും ഒന്നും വളർത്തിയ ഒരമ്മയല്ല ഞാൻ. എന്റെ സ്നേഹമായിരുന്നു അവർക്കുള്ള ശാസന. എന്റെ ത്യാഗമായിരുന്നു അവർക്കുള്ള ശിക്ഷണം. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാഡം. എന്നിട്ടും അവരെന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? ഒന്നും നമ്മുടെ ഇച്ഛകൾ പോലെ അല്ലല്ലോ ടീച്ചർ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആഗ്രഹിക്കാനും സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാനും മാത്രമല്ലേ നമുക്ക് അവകാശമുള്ളൂ. തീരുമാനങ്ങളെല്ലാം വിധിയുടേത് മാത്രമാണല്ലോ. എന്നാലും എന്നെപ്പോലൊരു വിധി ഇനി ആർക്കും ഉണ്ടാവരുതേ ദൈവമേ. മാഡം, എനിക്കിനി ഒരു പോക്കടവുമില്ല. ആ വലിയ വീട്ടിലെ ഒറ്റപ്പെടൽ അതെന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു. ഞാൻ അവിടെ വീർപ്പ് മുട്ടുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം? എന്റെ മക്കളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എങ്കിലും കുറച്ചു കാലം ഒരു മാറ്റം എനിക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ എന്റെ രേണുകമ്മോൾ താമസിച്ചിരുന്ന അതേ മുറിയിൽ അവൾക്ക് പകരക്കാരിയായി ഞാൻ കൂടി താമസിച്ചോട്ടെ മാഡം, കുറച്ച് ദിവസമെങ്കിലും. അനന്തുവിന്റെ പിണക്കം മാറിയോ മീനാക്ഷി? ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെയോ? ശരി ശരി, ഞാൻ വന്നിട്ട് നോക്കാം കേട്ടോ. വെള്ളം കുടിക്കൂ ടീച്ചർ. പാവം കുട്ടി. അവളുടെ കാര്യം ടീച്ചർ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരിക്കൽ അവൾക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, സഹോദരൻ. എന്നിട്ടും ദാ ഇപ്പൊ ഇവിടെ തികച്ചും ഒരു അനാഥയെ പോലെ. പാവം, അവളുടെ സംസാരശേഷി പോലും വിധി അപഹരിച്ചു കളഞ്ഞില്ലേ? സ്വന്തം അമ്മയെ കൺമുന്നിലിട്ട് ഒരു ദുഷ്ടൻ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നതിൽ നിന്നുണ്ടായ ഷോക്ക്. ഇളയൊരു സഹോദരനുള്ളത് തെരുവിലൂടെ അലഞ്ഞ് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് കിട്ടുന്ന ചില്ലി പൈസകൾ
സ്വന്തം ചെലവുകൾ പോലും മിതപ്പെടുത്തി സമ്പാദിക്കാൻ പാടുപെടുക. എന്തിനാണെന്നറിയോ? അവന്റെ പെങ്ങൾക്കൊരഭയസ്ഥാനം ഒരുക്കാൻ, അവളുടെ ശബ്ദം തിരിച്ചു കിട്ടാനായി ചികിത്സിപ്പിക്കാൻ, അവളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ. പാവം ആ പിഞ്ചു ബാലന്റെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ, നിഷ്കളങ്കയായ ആ ഊമ പെൺകുട്ടിയുടെ ദുരന്തങ്ങൾക്ക് മുമ്പിൽ നമ്മുടെയൊക്കെ ദുഃഖങ്ങൾ എത്രമാത്രം ചെറുതാണ് അല്ലേ ടീച്ചർ? പാവം കുട്ടി, സ്നേഹമുള്ളവളാണവള്. അന്ന് രേണുക എന്നോടൊപ്പം വരാൻ തയ്യാറായി ഇവിടെ നിന്നിറങ്ങിയപ്പോ മീനാക്ഷിയുടെ സങ്കടം ഞാൻ കണ്ടതാണ്. രേണുകയ്ക്കും അവളെ ജീവനായിരുന്നു. അതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോ എന്നോടൊപ്പം വരാൻ പോലും കൂട്ടാക്കാതെ രേണുക പിന്നെ ഇവിടെ തന്നെ നിന്നത്. ടീച്ചർക്ക് മക്കൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും കരുതി സമാധാനിക്കാം. പക്ഷേ പാവം മീനാക്ഷിക്കോ, അച്ഛനും അമ്മയും എല്ലാം അവൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയില്ലേ? മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ടീച്ചർ? ഞാൻ മാഡത്തോട് പറഞ്ഞില്ലേ കുറച്ചു ദിവസം ഇവിടെ താമസിക്കുന്നതിനെ കുറിച്ച്? ആ, അത് വേണ്ട മാഡം. പകരം മീനാക്ഷിയെ കുറച്ചു ദിവസത്തേക്ക് എന്നോടൊപ്പം അയച്ചൂടെ? അത് പിന്നെ ടീച്ചർ, മീനാക്ഷിക്ക് നിഷേധിക്കപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കാം. എനിക്ക് നിഷേധിക്കപ്പെട്ട എന്റെ മക്കളുടെ സ്നേഹം ഈ പാവ ഊമക്കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുമെങ്കിൽ ആ വീട്ടിലെ ഒറ്റപ്പെടലിൽ നിന്ന് അതെനിക്കൊരു മോചനം കൂടിയാവുമല്ലോ. ശരിയാണ് ടീച്ചർ, അതൊരു നല്ല കാര്യം തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ സ്നേഹം എന്താണെന്ന് അവൾ കൂടി അറിയട്ടെ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. ശ്യാമേട്ട ഇവിടെ ഗിരിയേട്ടാ? രാവിലെ രണ്ടാളും കൂടെ ഒരുമിച്ചല്ലേ പോയത്? എന്നിട്ട് ഗിരീട്ടൻ എന്താ ഓട്ടോയിൽ വന്നേ? താൻ പോയൊരു ചായ എടുക്ക്. വല്ലാത്ത ക്ഷീണം. എന്താ വൈകിട്ട് ശ്യാമേട്ടൻ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? ഗിരീട്ടൻ എന്താ ഒന്നും പറയാത്തെ? രണ്ടാളും കൂടെ വല്ലതും പറഞ്ഞ് പിണങ്ങും മറ്റുണ്ടായോ? അതിനുള്ള സാഹചര്യം താനായിട്ട് തന്നെ ഉണ്ടാക്കി തന്നല്ലോ. ഞാനും തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒന്നും ആരോടും പറയരുതെന്ന്. എന്നിട്ട് സർവ്വത ഏട്ടനോടങ്ങ് വിസ്തരിച്ചു അല്ലേ? അത് പിന്നെ ഇന്നലെ ഗിരീട്ടനെ കാണാതായപ്പോ ആ ടെൻഷനോടെ ഏട്ടൻ ചോദിച്ചപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണേ ഗിരിയേട്ടാ. ശ്യാമേട്ടനുമായിട്ട് എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. താൻ പോയൊരു ചായ എടുത്തേ. ഗിരിയേട്ടാ, അയാൾ ഇവിടെ വന്നിരുന്നു. ആ ക്രിമിനൽ ഗിരീട്ടിനെ അന്വേഷിച്ചു. വന്ന കാര്യം ഗിരീട്ടിനോട് പറയണമെന്നും പറഞ്ഞു. അയാൾ ആരെ ഗിരിയേട്ടാ? അയാൾ എന്തിനാ ഗിരിയേട്ട പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്?
ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ ഗിരിയേട്ടാ? തന്നോടൊരു ചായ വേണമെന്ന് എത്ര പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നു. ഇതാ ഇപ്പൊ എടുക്കാം. ഹലോ, മിസ്റ്റർ ഗിരി അല്ലേ? അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിന്റെ അളിയൻ. അതെ. എന്താ മിസ്റ്റർ ഗിരി, എന്നെ കണ്ട ഉടനെ അകത്തേക്ക് വലിയാനൊരു ശ്രമം പോലെ? ഏയ്, ഞാൻ കണ്ടില്ല. അകത്തേക്ക് ഇരിക്കാം സാർ. വേണമെന്നില്ല. എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാ. ഗിരി കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഹണിമൂൺ യാത്രയിലോ മറ്റോ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഞാൻ 1-2 തവണ ഇവിടെ വന്നിരുന്നു, രേണുക കേസന്വേഷണവുമായി ബന്ധപ്പെട്ട്. ഗിരിക്കെന്താ, നല്ല സുഖമില്ലേ? ആകെ ഒരു അസ്വസ്ഥത പോലെ. ഏയ്, ഒന്നുമില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ സാർ. ആകെ ടയർഡാണ്. ആഹാ, അതെന്ത് പോക്കാ ഗിരി? ഞാൻ വന്നത് എന്തിനാണെന്ന് പോലും ഒന്നും അന്വേഷിക്കാതെ. ഇത് ഞാൻ ഗിരിയേട്ടന് സാറിന് ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. ഹേയ്, വേണ്ട വേണ്ട, അത് ഗിരിക്കാനെ കൊടുത്തോളൂ. ഗിരി ആകെ ടയേർഡാ അല്ലേ ഗിരി? ആ, ശ്യാമപ്രസാദ് ഇല്ലേ ഇവിടെ? ശ്യാമേട്ടൻ ഇനിയും വന്നിട്ടില്ല. എന്താ സർ? എനിക്ക് മിസ്റ്റർ ശ്യാമിനെ അർജന്റായിട്ടൊന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്യിക്കണമായിരുന്നു. ശ്യാമുടനെ വരുമോ? അറിയില്ല, ചിലപ്പോൾ ലേറ്റാവുമായിരിക്കും. ഞാൻ കുറേ പ്രാവശ്യമായി ഫോണിൽ ട്രൈ ചെയ്യുന്നു, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇത് മിസ്റ്റർ ശ്യാം വന്നാലുടനെ ഏൽപ്പിക്കണം. നാളെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ശരി സാർ. അപ്പം ഞാൻ വരട്ടെ. ദാ. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, നിൽക്ക്. നീ വീണ്ടും എന്തിനിങ്ങോട്ട് വന്നു? ഈ പടി ചവിട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇറങ്ങടാ വെളി. ഞാൻ വേണ്ട, നിന്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. ചെകുത്താനാണുണ്ടാ നീ? എന്റെ മോളെ പച്ചയ്ക്ക് കൊന്ന ചെകുത്താൻ. പോ പോ എന്റെ മുമ്പിൽ നിന്ന്. ടീച്ചറെ, ഞാൻ നിരപരാധിയാണ്. വേണ്ട, നീ പറഞ്ഞതൊക്കെ കുറെ കേട്ടതാ ഞാൻ. ഇനി എന്തു പറയാൻ? നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. പുതിയ ജീവിതം, ഭാര്യ, കുടുംബം ഒക്കെ ഉണ്ടായില്ലേ നിനക്ക്? നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്ക് മാത്രമാണല്ലോ, എന്റെ മകൾക്ക് മാത്രമാണല്ലോ. ഇനി നിനക്ക് എന്താ വേണ്ടത്? എന്റെ ജീവൻ കൂടി വേണോ നിനക്ക്? പറയടാ, പറയാൻ.
എന്റെ മകൾ നിനക്ക് എന്ത് ദ്രോഹമാടാ ചെയ്തത്? നിന്നെ സ്നേഹിച്ചു പോയി എന്ന് ഒറ്റ തെറ്റ് മാത്രമല്ലേ അവള് ചെയ്തുള്ളൂ. അതിന് അവളെ നീ ഇത്ര ക്രൂരമായി ശിക്ഷിക്കണമായിരുന്നു. അവളെ ഇങ്ങനെ നശിപ്പിക്കണമായിരുന്നോടാ. ടീച്ചർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഛീ, മാപ്പോ? ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. നീ അത്രയ്ക്ക് ദുഷ്ടനാണ്, വഞ്ചകനാണ്, ക്രൂരനാണ്. ഇറങ്ങു വെളിയിൽ. മേലിൽ നീ പടി ചവിട്ടി പോകരുത്. ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങാൻ. നിൽക്ക്. എനിക്കൊരു കാര്യം കൂടി അറിയണം. അത് നിന്റെ നാവിൽ നിന്ന് തന്നെ അറിയണം. എന്റെ മകൾ, അവൾ ജീവിച്ചിരിപ്പുണ്ടോ? അതോ എല്ലാവരും കൂടി ചേർന്ന് അവളെ കൊന്നോ? എങ്കിൽ എങ്കിൽ അവളുടെ ഒരുപിടി ചാരമെങ്കിലും എനിക്ക് തന്നൂടെ? ഗതി കിട്ടാത്ത ആത്മാവായി അവൾ ഇനിയും അലയാതെ ആ കർമ്മമെങ്കിലും ഞാനൊന്ന് ചെയ്തോട്ടെ.